നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി കരിമനയിൽ ഗ്യാസ് സിലിണ്ടർ തകർന്ന അപകടം. വീട്ടമ്മയ്ക്കും മകനും പരിക്കേറ്റു. ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ വിളയാട്ടം. വയോധികയുടെ വീട് തകർത്തു. വ്യാപക കൃഷിനാശം. മൂന്നാർ ടൗണിലെ ഗതാഗതക്കുരുക്കിനും അപകട സാധ്യതകൾക്കും പരിഹാരം കാണുന്നതിനായി വഴിയോര കടകൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. വാഗമൺ വരാട്ടുമേട് കയ്യേറ്റ ഭൂമിയിൽ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസും സംഘവും സന്ദർശനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി കരിമനിൽ ഗ്യാസ് സിലിണ്ടർ തകർന്ന അപകടം. വീട്ടമ്മയ്ക്കും മകനും പരിക്കേറ്റു. കരിമൻ കൊട്ടാരത്തിൽ ജസ്റ്റിൻ ജോസ്, മാതാവ് ജോളി ജോസ് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് കരിമ്പനിൽ ഗ്യാസിൽ നിന്നും തീ പടർന്ന വീട് തകർന്നത്. തീപ്പൊള്ളലേറ്റ് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു. പുതിയ സിലിണ്ടർ കണക്ട് ചെയ്യുന്നതിനിടെ അപ്രതീക്ഷിതമായി തീ പടരുകയായിരുന്നു. പരിക്കേറ്റ ജോളി കരിമ്പൻ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയാണ്. സിറ്റി വിഷൻ ഇടുക്കി. ഇടുക്കി മരിയാപുരത്ത് വീടിന് തീപിടിച്ച വൻ നാശനഷ്ടം. മരിയാപുരം ചട്ടിക്കുഴി സ്വദേശി കുമ്മിണിയിൽ ജെയ്സന്റെ വീടാണ് അഗ്നിക്കിരയായത്. ഇന്ന് പുലർച്ചെ 3:30യോടെയായിരുന്നു സംഭവം. ഇടുക്കി മരിയാപുരത്ത് വീട് പൂർണ്ണമായും കത്തി നശിച്ചു. മരിയാപുരം ചട്ടിക്കുഴി കുമ്മിണിയിൽ ജെയ്സന്റെ വീടാണ് കത്തി നശിച്ചത്. തീപിടുത്തമുണ്ടാകുന്ന സമയത്ത് ജെയ്സൺ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹം പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇടുക്കിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. അപകടത്തിൽ വീടും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ വിളയാട്ടം. വയോധികയുടെ വീട് തകർത്തു. വ്യാപക കൃഷിനാശം. സിംഗകണ്ഠം സ്വദേശിനി മുതുപ്ലാക്കൽ മറിയക്കുട്ടിയുടെ വീടാണ് ഇന്നലെ രാത്രി ചക്കക്കൊമ്പൻ തകർത്തത്. ആക്രമണ സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. മറിയക്കുട്ടി ഈ സമയത്ത് മകന്റെ വീട്ടിലായിരുന്നു. മൂന്നാർ ടൗണിലെ ഗതാഗതക്കുരുക്കിനും അപകട സാധ്യതകൾക്കും പരിഹാരം കാണുന്നതിനായി വഴിയോര കടകൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. ഗതാഗത നിയന്ത്രണ സമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതരുടെ ഒഴിപ്പിക്കൽ നടപടി. മൂന്നാർ ടൗണിൽ വഴിയോര കടകൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. കഴിഞ്ഞ ദിവസം ചേർന്ന ഗതാഗത നിയന്ത്രണ സമിതിയുടെ യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ കടകൾ നീക്കം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ബൊട്ടാണിക്കൽ ഗാർഡന്റെ എതിർവശത്ത് അപകട മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന വഴിയോര കടകളാണ് ഒഴിപ്പിക്കുന്നത്. റോഡരികിലെ കച്ചവട സ്ഥാപനങ്ങൾ ഗതാഗത തടസ്സത്തിനും അപകട സാധ്യതയും മുൻനിർത്തിയാണ് നടപടി. സിറ്റി വിഷൻ മൂന്നാർ. വാഗമൺ വരാട്ടുമേട് കയ്യേറ്റ ഭൂമിയിൽ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസും സംഘവും സന്ദർശനം നടത്തി. ജില്ലയിലെ ടൂറിസം പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ കയ്യേറ്റങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും ഏലപ്പാറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയോടെ ഭൂമി വീണ്ടെടുക്കാൻ പ്രഖ്യാപനം നടത്തുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. വാഗമൺ വരാട്ടുമേടിലെ കയ്യേറ്റ ഭൂമിയിൽ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. മുൻ സർക്കാരിന്റെ കാലത്ത് കയ്യേറ്റത്തിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും 7-അംഗ ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനം ഫലപ്രദമല്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിക്കുകയും വരാട്ടുമേട് പ്രദേശത്ത് സർക്കാർ ഭൂമിയെന്ന 23 ബോർഡുകൾ സ്ഥാപിച്ച് തിരിച്ചുപിടിച്ച ഭൂമിയാണ് ഇപ്പോൾ ബോർഡുകൾ മാറ്റി വീണ്ടും കയ്യേറിയിരിക്കുന്നത്. ഇതിനെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ജാഗ്രതാ സമിതി രൂപീകരിച്ച് ജനപിന്തുണയോടെ പ്രദേശം സംരക്ഷിക്കുമെന്ന് CV വർഗീസ് പറഞ്ഞു. ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കണം, ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കണം. ഇന്ന് ഈ പ്രദേശം കാണാൻ വേണ്ടി വന്നത് ഈ കയ്യേറ്റങ്ങളെല്ലാം വെച്ചിരുന്ന ബോർഡുകളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്.
CPM ഇടുക്കി ഏലപ്പാറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരുന്ന ദിവസം ആയിരക്കണക്കായ ആളുകളെ പങ്കെടുപ്പിച്ച് ക്രിയാത്മകമായ സമീപനം സ്വീകരിച്ച് ഈ ഭൂമി വീണ്ടെടുക്കൽ പ്രഖ്യാപനം നടത്തും. ആ വീണ്ടെടുക്കൽ പ്രഖ്യാപനം നടത്തിയിട്ട് അതനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ച് എല്ലാ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കും. ഏറ്റവും ടൂറിസം പ്രാധാന്യമുള്ള പ്രദേശമാണ്. നമ്മുടെ ജില്ലയുടെ അനന്തമായ സാധ്യതകൾ ടൂറിസം മേഖലയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വലിയ നിലയിലുള്ള സാധ്യതയുള്ള പ്രദേശമാണ് ഇവിടം. കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം MJ വാവച്ചൻ, ഏരിയ സെക്രട്ടറി MD സജി, ആൻഡപ്പൻ ജേക്കബ്, C സിൽവസ്റ്റർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. സിറ്റുവേഷൻ ഉപ്പുതറ. സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്ന് തടിയമ്പാട് ടൗണിലേക്ക് സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഒഴുകുന്നു. ഇതുമൂലം ദുർഗന്ധത്തിലും ആരോഗ്യ ഭീഷണിയിലും വലയുകയാണ് പ്രദേശവാസികൾ. വിഷയത്തിൽ പഞ്ചായത്ത് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുമുള്ള മലിനജലം പതിവായി റോഡിലേക്ക് ഒഴുകുന്നത് പ്രദേശത്ത് ഗുരുതര ആരോഗ്യ ശുചിത്വ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. തടിയമ്പാട് ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള കെട്ടിടത്തിൽ നിന്നുള്ള മലിനജലമാണ് റോഡിന് കുറുകെ ഒഴുകി വ്യാപാരികൾക്കും ചുമട്ടുതൊഴിലാളികൾക്കും വഴിയാത്രകർക്കും ദുരിതമുണ്ടാക്കുന്നത്. അസഹനീയമായ ദുർഗന്ധം മൂലം പ്രദേശത്ത് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആഴ്ചകളായി തുടരുന്ന പ്രശ്നം മൂലം സമീപ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും നാട്ടുകാരും കടുത്ത പ്രതിഷേധത്തിലാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ദിവസേന ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. പരാതിയെ തുടർന്ന് വാഴത്തോപ്പ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് കെട്ടിട ഉടമ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം നീക്കം ചെയ്തെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായില്ല. കെട്ടിടത്തിനടിയിൽ നിന്നും സെപ്റ്റിക് ടാങ്കിലേക്ക് ശക്തമായ ഉറവയുള്ളതിനാലാണ് മലിനജലം വീണ്ടും പുറത്തേക്കൊഴുകുന്നതെന്നാണ് കെട്ടിടമുടമയുടെ വിശദീകരണം. സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും വ്യാപിക്കുന്ന സാഹചര്യത്തിൽ മലിനജലം പൊതുനിരത്തിലൂടെ ഒഴുകുന്നത് ഗുരുതര ആരോഗ്യ ഭീഷണിയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിനായി മറ്റൊരു വലിയ കുഴി നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് രാത്രിയോടെ ആരംഭിക്കുമെന്ന് കെട്ടിട ഉടമ അറിയിച്ചു. അതേസമയം ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള അടിയന്തര പ്രതിരോധ നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കണമെന്നും രോഗവ്യാപനം തടയാൻ ആരോഗ്യവകുപ്പ് ഇടപെടണമെന്നും വ്യാപാരികളും തൊഴിലാളികളും ആവശ്യപ്പെട്ടു. ടൗണിന്റെ പ്രധാന ഭാഗത്തു പോലും ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. ഞങ്ങൾ നാളുകളായി ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. ഞങ്ങൾ ഇതിലെ ഓരോ പണി ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ ഈ കപ്പൂസ് മാലിന്യത്തിലാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ഒരുപാട് നാളുകളായി ഞങ്ങൾ പഞ്ചായത്തിൽ ഇതിനെക്കുറിച്ച് പരാതി പറയുകയും പഞ്ചായത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് യാതൊരു നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഓരോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഓരോ ഹോട്ടലുകളിലും ഞങ്ങൾ ചുമടെടുക്കാൻ കയറുന്ന ഓരോ കടകളിലും ഞങ്ങളുടെ ഈ കാലിൽ നിന്ന് പറ്റുന്ന മാലിന്യം മറ്റൊരു പകർച്ചവ്യാധിയിലേക്ക് മാറുമെന്ന ഭയത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഞങ്ങളല്ലാതെ ഇതിനെ എതിരിടാൻ വേറെ ആരുമില്ല ഇവിടെ. ഞങ്ങളാണ് ഈ നാടിൻ്റെ ഈ സിറ്റിയുടെ ഒരു കാവൽക്കാരെന്ന രീതിയിലാണ് ഞങ്ങൾ പറയുന്നത്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി പൊതുജനാരോഗ്യം സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും ആവശ്യം. സിറ്റി വിഷൻ ഇടുക്കി. ഇനി നോക്കാം ബ്യൂട്ടി സ്പോട്ട്. ഇടുക്കിയുടെ മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായൊരു ഭൂപ്രകൃതി. ചാറ്റൽ മഴയും തണുത്ത കാറ്റും കോടമഞ്ഞും നയനസുഖം പകരുന്ന കാഴ്ചയെന്നു പറയാതെ വയ്യ. സഞ്ചാരികളുടെ മനം കവരുന്ന ദൃശ്യവിരുന്നൊരുക്കുകയാണ് അടിമാലിയിലെ കുതിരയള വ്യൂ പോയിന്റ്. ചാറ്റൽ മഴയും തണുത്ത കാറ്റും കോടമഞ്ഞും ഇടുക്കിയുടെ മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായൊരിടം. ഇതാണ് സഞ്ചാരികളുടെ മനം കവരുന്ന അടിമാലിയിലെ കുതിരയള വ്യൂ പോയിന്റ്. പച്ച പൊതിച്ച് തലയുയർത്തി നിൽക്കുന്ന പടുകൂറ്റൻ മരങ്ങൾ,
കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലനിരകളും പച്ചപ്പും. ഇവിടെ നിന്ന് നോക്കിയാൽ വിദൂരതയിൽ പെട്ടിമുടിയും ചിന്നപ്പാറമലയും മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന അത്യപൂർവമായ കാഴ്ചയും ദൃശ്യമാകും. ചാറ്റൽ മഴയ്ക്കൊപ്പം വീശിയടയ്ക്കുന്ന തണുത്ത കാറ്റും പച്ചിലകളെ തലോടിപ്പോകുന്ന മഞ്ഞുകണങ്ങളും ഏതൊരു സഞ്ചാരിക്കും സമ്മാനിക്കുന്നത് മറക്കാനാവാത്ത അനുഭവമാണ്. അടിമാലിയിലെ ഒറ്റ ഫ്രെയിമിൽ കാണാം എന്നതാണ് ഈ വ്യൂ പോയിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ടൂറിസം സാധ്യതയേറെയുള്ള ഈ പ്രദേശം ഇന്നും അധികൃതരുടെ കൺവെട്ടത്ത് എത്തിയിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഈ മനോഹര തീരത്തേക്ക് സഞ്ചാരികൾ എത്താതിരിക്കാൻ പ്രധാന കാരണം. പല കാരണങ്ങൾ കൊണ്ടും ഈ പ്രകൃതി ഭംഗി ഇന്നും വിരലിലെണ്ണാവുന്ന നാട്ടുകാരിലും ചുരുക്കം ചില സഞ്ചാരികളിലും മാത്രമായി ഒതുങ്ങുകയാണ്. അടിമാലി മച്ചിപ്ലാവിൽ നിന്ന് കുതിരയള ഉന്നതിയിലെത്തിയ ശേഷം ഈ മനോഹര വ്യൂ പോയിന്റിലേക്ക് പോകാം. അതല്ലെങ്കിൽ തലമാലി വഴിയും ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഈ പ്രദേശത്തെ വികസിപ്പിച്ചാൽ ഇടുക്കിയുടെ ടൂറിസം ഭൂപടത്തിൽ കുതിരയള വ്യൂ പോയിന്റും മുൻപന്തിയിലെത്തുമെന്നതിൽ തർക്കമില്ല. സിറ്റി വിഷൻ, അടിമാലി. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോട് കൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. അർദ്ധരാത്രി നെഞ്ചുവേദന അനുഭവപ്പെട്ട വയോധികന് പെട്രോളിങ്ങിനിടെ സഹായവുമായി മുട്ടം പോലീസ്. മുട്ടം കന്യാമല
ആശാരിപ്പാറയിൽ പത്രോസ് എന്ന വയോധികൻ രാത്രിയിൽ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോകാനിറങ്ങിയ സമയം ഏറെ നേരം വാഹനത്തിനായി കാത്തുനിന്നെങ്കിലും വാഹനം ലഭിച്ചില്ല. ഷർട്ട് ഒരു കയ്യിൽ പിടിച്ച് നെഞ്ചും തിരുമ്മി വിഷമിച്ചിരുന്ന പത്രോസിനെയും ഭാര്യയെയും ഈ സമയം പെട്രോളിങ്ങിനിടെ മുട്ടം പോലീസ് കാണുകയും കാര്യം തിരക്കുകയും നെഞ്ചുവേദനയാണെന്നും മുൻപ് ഹാർട്ട് അറ്റാക്ക് ഉൾപ്പെടെ വന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആളാണെന്നും അറിഞ്ഞതോടെ ഇവരെ പോലീസ് വാഹനത്തിൽ കയറ്റി മുട്ടത്തെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. എന്നാൽ മുട്ടത്തെ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമല്ലെന്നത് അറിഞ്ഞതോടെ പോലീസ് വാഹനത്തിൽ തന്നെ തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. മുട്ട സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സാന്റിനോ അനന്തകുമാർ, പോലീസ് ഡ്രൈവറായ നിബിൻ പോൾ എന്നിവരായിരുന്നു ഉദ്യമത്തിന് പിന്നിൽ. തമിഴ്നാട്ടിലെ ഭരണകക്ഷി പാർട്ടിയായ കേരള ഘടകം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയുടെ ജന്മദിനം ആഘോഷിച്ചു. TVK ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലഡു വിതരണം നടത്തി. തമിഴ്നാട്ടിലെ ഭരണകക്ഷി പാർട്ടിയായ കേരള ഘടകം ഇടുക്കി ജില്ലാ കമ്മിറ്റി തമിഴ്നാടിന് മുഖ്യമന്ത്രി ജോസഫ് വിജയിയുടെ ജന്മദിനം ആഘോഷിച്ചു. TVK ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലഡു വിതരണം നടത്തി. തുടർന്ന് DMKയിൽ നിന്നും നിരവധി നേതാക്കൾ രാജിവെച്ച് TVKയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി നേതാക്കൾ പറഞ്ഞു. പുതുതായി പാർട്ടിയിലെത്തിയവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അത് മേൽഘടകത്തിലെ ഈ സംഭവങ്ങളൊന്നും അറിയില്ല, തമിഴ്നാട്ടിലൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ ഇവിടെ നിന്നുള്ള പ്രവർത്തന സംഭവങ്ങളൊന്നും മേൽഘടകത്തിൽ അറിയിക്കുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പ്രവർത്തന ശൈലിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള ഇൻചാർജ് ഉള്ള നിലവിലുണ്ടായിരുന്ന ആൾ ഞങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് കാരണം കൊണ്ടാണ് TVKയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം, ഒരു വഴി ഒരുക്കിയത്. പല പ്രസ്ഥാനത്തിൽ നിന്ന ആൾക്കാരാണ് ഇതിനകത്ത്, എല്ലാം നല്ല പ്രവർത്തന ശൈലിയുള്ള ആൾക്കാരാണ്. അവരാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിനോട് കൂറ് പുലർത്തിക്കൊണ്ട് ഇതിലേക്കിപ്പോൾ ഇന്ന് ചേർന്നിരിക്കുന്നത്. കുമളി തേക്കടി റെസിഡൻസിയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ മുരളീദാസ്, മുഹമ്മദ് ആസിഫ്, കുഞ്ഞുമോൻ, കുഞ്ഞുമുന്നിയ, പ്രിയ ആൽബിൻ, വിജയൻ, അജിത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിൽ TVK പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. സിറ്റി വിഷൻ, കുമളി. രാജാക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ വാരാചരണം സംഘടിപ്പിച്ചു. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി NRCT യോഗ ക്ലബ് അംഗങ്ങൾക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും നടത്തി. വാർഡ് മെമ്പർ ആശ, അജി, ശ്രീജ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി രാജാക്കാട് വെച്ച് നടത്തിയ പരിപാടിക്ക് മെഡിക്കൽ ഓഫീസർ കുമാരി VS അജി നേതൃത്വം നൽകി. വയോജനങ്ങൾക്ക് വേണ്ടി കരുണാഭവൻ രാജാക്കാട് യോഗ പരിശീലനം നൽകി. ഗവൺമെന്റ് UP സ്കൂൾ പഴയപടുതിയിൽ നടത്തിയ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി വാർഡ് മെമ്പർ മിനി ബേബി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി രാജാക്കാട് ഡോക്ടർ പ്രിയങ്ക T റാമിന്റെ നേതൃത്വത്തിൽ മുല്ലക്കാനം CHSC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർക്കും വേണ്ടിയും യോഗ ക്ലാസുകൾ സംഘടിപ്പിച്ചു. പ്രസ്തുത പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ രാജ്, ആശുപത്രി സ്റ്റാഫ്, വാർഡ് മെമ്പർമാർ, CHC ആരോഗ്യ പ്രവർത്തകർ, കുട്ടികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിലടക്കം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് രാജാക്കാട് പഞ്ചായത്തിലെ CDS പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആദരിക്കൽ ചടങ്ങ് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിലടക്കം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് രാജാക്കാട് പഞ്ചായത്തിലെ CDS പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആദരിക്കൽ ചടങ്ങ് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചെയർപേഴ്സണിൽ വിജയിച്ച് വന്നാൽ ഒരു മൊമെൻറ്റോ കൊടുത്ത് ആദരിക്കാൻ അന്യുള്ള ലായിൻ്റെ മുടക്കുന്നുള്ള കാര്യം. ഒരു കുട്ടി പഠിച്ച് വന്നു കഴിയുമ്പോൾ അവളെ ആ സമൂഹത്തിലെ ജനങ്ങളുടെ മുന്നിൽ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു മൊമെൻറ്റോ കൊടുത്ത് ആ കുട്ടീനെ നമ്മൾ ഒന്ന് ആദരിക്കുമ്പോൾ അതൊരു ചാനലിൽ കൂടിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ ഇടുമ്പോൾ ആ കുട്ടിക്കും ആ കുട്ടിയുടെ കാർന്നമാർ ഉൾപ്പെടെ എല്ലാവരെയും കൂടി വരുന്ന സംവിധാനത്തിലാണ് നമ്മൾ അവരെ ചെയ്യുന്നത്, ആ പണം വിടുന്നത്.
CDS ചെയർപേഴ്സൺ ബിജി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺസൺ ആശംസകൾ അറിയിച്ചു. തുടർന്ന് SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുടുംബശ്രീ അംഗങ്ങളുടെ കുട്ടികളെ ആദരിച്ചു. ഒപ്പം നാഷണൽ ത്രോബോൾ മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ അക്ഷയ ഷിബുവിനെയും BSc മാത്തമാറ്റിക്സിൽ 1ാം റാങ്ക് നേടിയ അന്ന ഷാജിയെയും ആദരിച്ചു. ശോഭ കൃതജ്ഞത രേഖപ്പെടുത്തി. പരിപാടികൾക്ക് CDS മെമ്പർമാരായ മിനി സുരേഷ്, സന്ധ്യ, സോഭിയ, സുധ, ബിന്ദു, ഗീത, സിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,255 രൂപ, പവന് 1,60,40,40 രൂപ, വെള്ളി ഗ്രാമിന് 250 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി കരിമനയിൽ ഗ്യാസ് സിലിണ്ടർ തകർന്ന അപകടം, വീട്ടമ്മയ്ക്കും മകനും പരിക്കേറ്റു. ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ പിടയാട്ടം, വയോധികയുടെ വീട് തകർത്തു, വ്യാപക കൃഷിനാശം. മൂന്നാർ ടൗണിലെ ഗതാഗതക്കുരുക്കിനും അപകട സാധ്യതകൾക്കും പരിഹാരം കാണുന്നതിനായി വഴിയോര കടകൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. വാഗമൺ വരാട്ടുമേട് കയ്യേറ്റ ഭൂമിയിൽ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസും സംഘവും സന്ദർശനം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.